ഒരു പ്രോഗ്രാമിൽ നമ്മൾ സർട്ടിഫിക്കേഷൻ സെറമണിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്. ഇനി ഇപ്പം ആകെ 1 മന്തേ കഴിഞ്ഞിട്ടുള്ളെങ്കിൽ കൂടെ ഇനി അങ്ങോട്ട് ഒരു 3 മാസം വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബേസിക് ലെവൽ അല്ലെങ്കിൽ ബിഗിനർ ലെവൽ എന്താണ് ഫോറക്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് ബേസിക് ടെർമിനോളജി എന്തായാലും പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇനി നിങ്ങൾക്ക് വരാനുള്ളത് അഡ്വാൻസ് ആണ്. അഡ്വാൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് സ്ട്രാറ്റജീസ് എങ്ങനെ നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ട്രേഡിലേക്ക് കടക്കും എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അത് നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ദാനിഷ് സാറായിരിക്കും. ഇനി വരാൻ പോകുന്ന 2-3 മാസം നിങ്ങൾക്ക് ഓൺലൈൻ വളരെ നിരന്തരമായിട്ട് നമ്മളെ കമ്മ്യൂണിറ്റീസിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ഉണ്ടാകുന്ന ദാനിഷ് സാറായിരിക്കും. നിങ്ങൾക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ദാനിഷ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് പിന്നെ എലൈറ്റിൻ്റെ പ്രോഗ്രാം ആയിരിക്കും. എലൈറ്റ് എന്ന് പറയുന്നത് വിച്ച് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് ക്യാപിറ്റൽ റൈസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് എലൈറ്റ് ലെവൽ ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇന്റേണൽ ടീം മെമ്പേഴ്സും ദാനിഷൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലൊക്കെ ആയിരിക്കും നമുക്കത് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ എന്താണ് നിങ്ങൾക്ക് അഡ്വാൻസ് അല്ലെങ്കിൽ അഡ്വാൻസിൽ എന്തായിരിക്കും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് ദാനിഷ് സാറോടൊന്ന് ചോദിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ ഞാൻ വന്ന സമയത്തും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നമുക്കിതിനെ 2 രീതിയിലേക്ക് പെർസ്പെക്റ്റീവിൽ കാണാം. ഒന്നെന്ന് പറയുന്നത് എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിക്ക് നമുക്കിതിനെ കാണാം, മന്ത്ലി ഒരു ബേസിക് റിട്ടേൺസ് എടുക്കുന്ന രീതിക്ക് മുമ്പോട്ടേക്ക് പോകാം. 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഫുൾ ടൈം ട്രേഡിംഗ് എന്നുള്ള രീതിക്ക് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. മേ ബി ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ടെന്ന് പറഞ്ഞു, ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞു, അതല്ലാത്ത രീതിയിൽ പോകുന്ന ആളുകളുണ്ടായിരിക്കും ഫുൾ ടൈം ട്രേഡിംഗ് എന്നുള്ള രീതിക്ക്. അപ്പോൾ ആ രീതിക്ക് പ്ലാൻ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. സോ അവർക്കും ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഒരു ബേസിക് ഒരു മാർക്കറ്റിനെ എങ്ങനെ കാണണം. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് അതിൻ്റെ പ്ലാറ്റ്ഫോംസ്, അതൊക്കെ ഒന്ന് പരിചയപ്പെടുക. ഒരു കോമൺ ട്രേഡർ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. സോ ഇനി അഡ്വാൻസ് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി 2 phases ആണ്. ഇപ്പോൾ ഇനി അങ്ങോട്ടേക്ക് 2 സ്പ്ലിറ്റ് വരികയാണ്. ആക്ച്വലി മാർക്കറ്റ് എന്ന് പറയുന്നത് വേറെയും ട്രേഡർ എന്ന് പറയുന്നത് വേറെയും. മാർക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ട്രേഡിംഗ് എന്ന് പറയുന്നത് കച്ചവടം എന്നുള്ള രീതിക്കും അതിൽ ട്രേഡ് ചെയ്യുന്ന ആൾ ട്രേഡർ എന്ന് പറയുന്നത് കച്ചവടക്കാരൻ എന്നുള്ള രീതിക്ക് മാർക്കറ്റും ട്രേഡറും 2 പേരും 2 സൈഡിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമുക്ക് ബെനിഫിറ്റിലായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഒരു ട്രേഡർ ചെയ്യേണ്ടുന്ന റോളുണ്ട്, മാർക്കറ്റ് ചെയ്യുന്ന രീതിക്കാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് അഡാപ്റ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും സിമ്പിളായിട്ടുള്ള സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഇത് പറ്റാത്ത കാര്യമില്ല എന്നുള്ളത് ചെയ്യിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഫസ്റ്റ് കാര്യം. സോ അതാണ് നിങ്ങളുടെ ഡേ 1 തൊട്ട് തന്നെ ഓട്ടോമേഷൻ പറ്റുന്ന ആളുകൾ കണക്ട് ചെയ്തോ എന്ന് പറയുന്നത്. സോ റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബെറ്റർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് തന്നെയാണ് നമ്മളും ഇതിൽ പഠിക്കുന്നുള്ളൂ. ആൻഡ് അതൊക്കെ തന്നെയാണ്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, എല്ലാവർക്കും ബെസ്റ്റായിട്ട് ചെയ്യാൻ പറ്റട്ടെ. നമ്മൾ സർട്ടിഫിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഓൾമോസ്റ്റ് $200 അടുത്ത് തന്നെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇപ്പം എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ലൈഫിൽ ഒരു നല്ലൊരു ട്രേഡറായിട്ട് മാറട്ടെ എന്നുള്ള എല്ലാവിധ ആശംസകളും. യെസ്, താങ്ക് യു. ഇപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, എനിക്ക് നേരത്തെ മുസിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഡേ 1 തൊട്ടിട്ട് തന്നെ ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുന്നതിൽ കൂടെ തന്നെ ഒരു വരുമാനത്തിലൂടെ പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ ഓട്ടോമേഷൻ പ്രോഗ്രാം ഇപ്പം ഡാനിഷ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും റിസൾട്ട് കാണിച്ചു കൊണ്ട് തന്നെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇനിയിപ്പം എനിക്ക് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒരു ബേസ് ക്ലാസ് മാത്രമാണ് നമുക്ക് ഈ ഒരു 1 മന്തിൽ ചെയ്തിട്ടുള്ളൂ. ഇനി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരുപാട്, നേരത്തെ ഡാനിഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെൻഷൻ ചെയ്ത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ടേക്ക് ഒരു ട്രേഡർ അല്ല, ഒരു എക്സ്ട്രാ ഇൻകം ജനറേറ്റിംഗ്, സൈഡ് ഇൻകം, ഇന്നൊക്കെ എന്തൊക്കെ ചൂസ് ചെയ്യുന്നു അതൊക്കെ മില്യൺ റോഡ്സിന് മുന്നോട്ടേക്ക് തരാൻ പറ്റും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ എനിക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ വലിയൊരു പ്രോഫിറ്റ് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെയാണ് ശരിക്കും ശ്രദ്ധിച്ചത്. ഞാൻ വിചാരിച്ചതൊരു 20% ഒക്കെ ആണ്, അതിൻ്റെ ഒരു ട്രീറ്റ് ഇപ്പോൾ തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനു വേണ്ടി റെഡിയായി നിൽക്കുക അല്ലേ. അപ്പം തുടർന്ന് ക്ലാസ്സുകളിൽ കറക്റ്റായിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത നമ്മളൊരു ചലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലാസ്റ്റ് വീക്കിലായിരുന്നു ആ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. നമ്മുടെ വിന്നറായത് ഷായിലാണ്. ഈ സെക്കൻഡ് വിന്നർ ഫജിനാൻ റോഷൻ. എവിടെയാ സ്ഥലം? ബാലുശ്ശേരി. ഓക്കെ, കാലിക്കറ്റ് തന്നെയാണല്ലേ. ഓക്കെ, ഫജ്നാൻ എങ്ങനെയുണ്ട് ഇപ്പോൾ ട്രേഡിങ്ങിന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ? സ്റ്റാർട്ടിങ് സ്റ്റേജ് ഓക്കെയാണ്, എനിക്ക് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നിയാസാറെ ക്ലാസ് അത്യാവശ്യം ഓക്കെയാണ്. ഇപ്പോൾ അൻവിനെ പറ്റി നിങ്ങൾ മുസ്ലിം പ്രോ പറഞ്ഞ പോലെ തന്നെ ഈ +2 കഴിഞ്ഞ ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതേ ഓൻ്റെ ഇപ്പോൾ ഉള്ള സ്റ്റേജിൽ ഞാനിങ്ങനെ
ട്രേഡിങ്ങിന് കയറാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ നമുക്ക് ആ ഒരു പവർ ഉണ്ടാവുമല്ലോ വീട്ടിൽ. അതെ. അപ്പോൾ ആ ടൈമിൽ ഞാൻ കയറാൻ പറഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ ഫാമിലി എന്ന് പറയുന്നത് വെച്ചാൽ പൈസ പോകുന്ന കേസാണ്, ഇങ്ങനെയാണ്, ഇതാണ്. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒരു ഏവിയേഷൻ ജേണി കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഒരു ടൈം കിട്ടിയത്. അപ്പോൾ ഓക്കെയാണ്, ഓക്കെ ഓക്കെ ഇതുവരെ ചെയ്തതിൽ ഓക്കെയാണ്. ഭാഗത്തുനിന്നൊരു ചെറിയൊരു